ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 1.5 കോടി രൂപ പിടിച്ചെടുത്തു. കോടമ്പാക്കത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. ദൃശ്യങ്ങൾ ജനൻ ടിവിക്ക് ലഭിച്ചു. ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. സിനിമയിലടക്കം നിക്ഷേപിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സ്വീകരിച്ച പണം എന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നു. ജിജീഷ്, കോടമ്പാക്കത്തെ ഗോകുലം കമ്പനീസിന്റെ ഓഫീസിൽ നിന്നും 1.5 കോടി രൂപ, അതായത് വിദേശ വിനിമയ ചട്ടം ലംഘിച്ച് സമാഹരിച്ചിരുന്ന പണം പിടിച്ചെടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, വലിയ തോതിൽ വ്യാപകമായി നടത്തിയ റെയ്ഡിൽ ഗോകുലം ഗ്രൂപ്പിന്റെ കമ്പനികളിൽ കോഴിക്കോടും ചെന്നൈയിലുമായി നടത്തിയ റെയ്ഡിൽ ചെന്നൈയിൽ നിന്നാണ് 1.5 കോടി രൂപ പിടിച്ചെടുത്തിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ഇതുമായി സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നത്. വലിയ ഒരു സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വിദേശ നാണ്യ വിനിമയ ചട്ടം പൂർണ്ണമായും തന്നെ ലംഘിച്ചായിരുന്നു ഗോകുലം ഗ്രൂപ്പിന്റെ ഇടപാടുകൾ എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനകൾ നടന്നത്. തുടർന്ന് നിരവധി രേഖകൾ ഈ 2 ഓഫീസുകളിലും, ഒന്ന് കോഴിക്കോട് ഓഫീസിലും സോണൽ ഓഫീസും ഒപ്പം തന്നെ ചെന്നൈ ഓഫീസിലുമായി നടത്തിയ പരിശോധനയിൽ നിർണായകമായ നിരവധി രേഖകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. പ്രധാനമായും വിദേശത്ത് നിന്ന് ചിട്ടിയിലേക്ക് പണം സ്വരൂപിക്കുന്നു. ആ പണമാണ് ഫെമ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്വരൂപിച്ചിരുന്നത്. പ്രവാസികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ സമാഹരിച്ചിരുന്നത്. ഈ പണം പിന്നീട് സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് മാറ്റുകയായിരുന്നു ഗോകുലം ഗ്രൂപ്പ് ചെയ്തിരുന്നത് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ എമ്പുരാൻ വിവാദ സിനിമ എമ്പുരാനുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. അതിന് മുടക്കിയ പണത്തെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഫെമ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സമാഹരിച്ച പണം എവിടെ നിന്നെല്ലാമാണ് പണം എത്തിയത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, എത്ര വർഷമായി ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നതിൽ കൂടുതൽ വ്യക്തത വരണം. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ ഒരിക്കൽ കൂടി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. കാരണം നേരത്തെ ഒരു തവണ ആദ്യം തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം 2022 ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരു തവണ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ 8.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ചെന്നൈയിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ബൈജു ഗോപാലിനെയും മകനും MD-യുമായ ബൈജു ഗോപാലിനിൽ നിന്നും വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായി ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. അതിനിടയിലാണ് അവിടെ ഇത്തരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 1.5 കോടി രൂപ, സാധാരണ നിലയിൽ ഇത്രയധികം പണം ഓഫീസുകളിൽ വെക്കാൻ പാടില്ല. ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ അനധികൃതമായി സൂക്ഷിച്ച 1.5 കോടി രൂപ തമിഴ്നാട് കോടമ്പാക്കത്തെ ഓഫീസിൽ നിന്നാണ് പിടികൂടിയത്. ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.